കഴിഞ്ഞ T20 ലോകകപ്പിൽ എല്ലാ മത്സരങ്ങളും ബെഞ്ചിലിരുന്ന ശേഷം ഇപ്രാവശ്യമാണ് സഞ്ജു സാംസൺ T20 ലോകകപ്പിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. അരങ്ങേറ്റ മത്സരത്തിൽ നമീബിയയ്ക്ക് കൂടിയായിരുന്നു അദ്ദേഹത്തിന് മത്സരം ഉണ്ടായിരുന്നത്. ആ മത്സരത്തിൽ അത്യാവശ്യം നല്ല വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെ കാഴ്ചവെച്ചു. എന്നിരുന്നാൽ തന്നെ ഒരുപാട് നേരം ക്രീസിൽ നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഔട്ടായി മടങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. എന്നിരുന്നാൽ തന്നെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് തന്നെയാണ് കാഴ്ചവെച്ചത്. 8 ബോളിൽ 22 റൺസ് ആയിരുന്നു കേട്ടോ അദ്ദേഹം അടിച്ചു കൂട്ടിയത്. 275 എന്ന് പറഞ്ഞൊരു സ്ട്രൈക്ക് റേറ്റ് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇന്നിങ്സിലുണ്ട് എന്നുള്ളതാണ്. അതിൽ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓവറിൽ തന്നെ ഫസ്റ്റ് ഫേസ് ചെയ്യേണ്ട ഓവറിൽ തന്നെ ഫസ്റ്റ് 3 ബോൾ ഡോട്ട് ബോൾ ഇട്ടതിന് ശേഷം 4ാമത്തെ ബോളിൽ സ്കോർ ബോർഡിൽ ഫസ്റ്റ് തന്നെ 6 അടിച്ചിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ. അതിനുശേഷം 2ാമത്തെ ഓവറിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 2 ബോൾ 6 അടിക്കുകയും തൊട്ടടുത്ത ബോളിൽ ഒരു 4 അടിച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്ത ബോളിൽ അദ്ദേഹം ഔട്ടായി മടങ്ങുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ തന്നെ കുഴപ്പമില്ലാത്തൊരു തുടക്കമായിരുന്നു ഇന്ത്യൻ ടീമിന് കൊടുത്തിട്ട് അദ്ദേഹം മടങ്ങിയതില്ല. ആ ഒരു തുടക്കത്തിൻ്റെ ബാക്കി എന്ന മട്ടിൽ ഇഷാൻ കിഷൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടിച്ചു കളിച്ചു. ഇന്ത്യയുടെ സ്കോർ 7 ഓവറിൽ 100 എന്നുള്ള വമ്പൻ സ്കോറിൽ എത്തുകയും ചെയ്തു. ഈ ഒരു ലോകകപ്പിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് 100 എന്നുള്ള ഒരു റെക്കോർഡ് കൂടി ഇന്ത്യൻ ടീമിന് വന്നു ചേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുമാത്രമല്ല സഞ്ജുവിൻ്റെ ഈ ഒരു ഇന്നിങ്സിലൂടെ സഞ്ജുവിനൊരു റെക്കോർഡ് കൂടി കിട്ടിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ 6 അടിക്കുന്ന ഒരു പ്ലെയർ എന്നുള്ള ഒരു റെക്കോർഡ് അത് ഇന്ത്യൻ ടീമിലെ മുരളി വിജയിൻ്റെ കൂടെ തന്നെ ഷെയർ ചെയ്യുന്ന ഒരു റെക്കോർഡ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുകയാണ്. ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെ T20 അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ 6 എന്നുള്ളത് 3 സിക്സറുകളാണ്. അത് മുരളി വിജയാണ് ഇതിന് മുൻപ് അടിച്ചിരിക്കുന്നത്. അതിൽ രോഹിത്തും കോഹ്ലിയും വരെ 2 സിക്സറുകളിലാണ് നിൽക്കുന്നത്. അതിൽ 2ാം സ്ഥാനത്താണ് അവർക്കെല്ലാം ഉള്ളത് എന്നുള്ളതാണ്. അത് രോഹിത്തിൻ്റെയും കോഹ്ലിയുടെ കൂടെ തന്നെ ഇർഫാൻ പത്താനും 2 സിക്സർ അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഋഷഭ് പന്തും 2 സിക്സറുകൾ അടിച്ചിട്ട് അവർ 4 പേരാണ് 2ാം സ്ഥാനത്തുള്ളത്. എന്നാൽ 1ാം സ്ഥാനത്തുള്ളത് ഇപ്പം നിലവിൽ മുരളി വിജയിൻ്റെ കൂടെ സഞ്ജു സാംസണും കൂടിയിട്ടാണ് ഉള്ളത്. ഇനി അടുത്തൊരു മത്സരം വരാനിരിക്കുന്നത് പാകിസ്ഥാൻ്റെ കൂടെയാണ്. ആ ഒരു മത്സരത്തിൽ സഞ്ജു സാംസനെ കളിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. ഇപ്പോൾ ഒരുപാട് ന്യൂസുകൾ വരുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മയ്ക്ക് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ ബാറ്റ് ചെയ്യുന്നുണ്ട് എന്നെല്ലാം അറിയാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തൊരു ഇന്നിങ്സ് എന്തായാലും അഭിഷേക് വന്നു കഴിഞ്ഞു പറഞ്ഞാൽ സഞ്ജു മാറിക്കൊടുക്കേണ്ടി വരും എന്നുള്ളത് 100% ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അഭിഷേക് ശർമ്മനെ പോലെയുള്ളൊരു നമ്പർ 1 ബാറ്റ്സ്മാനെ എന്തായാലും പാകിസ്ഥാനെ പോലെയുള്ള എല്ലാവരും നോക്കിക്കാണുന്ന ഒരു മാച്ചിൽ കയറ്റിയിരുത്താനുള്ള ഒരു ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും അടുത്തൊരു ഇന്നിങ്സിനായിട്ട് വെയിറ്റ് ചെയ്യാം. സഞ്ജുവിന് ആ ഒരു ചാൻസ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഇനി കൂടുതലായിട്ട് മുതലാക്കുക എന്നുള്ളത് കണ്ടറിയാം കേട്ടോ.